ചെഗുവേര മെത്രാന്റെ പണം തട്ടിയത് മെത്രാന്റെ ഹവാല ഇടപാടുകൾ അടുത്തറിയാവുന്നവർ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? മത്തായിയുടെ സുവിശേഷം വായിക്കാത്ത, കർത്താവിന്റെ ന്യായപ്രമാണങ്ങൾ പാലിക്കാത്ത ഒരു മെത്രാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം വക്രിച്ചുണ്ടാക്കിയ പണം ആമ്പിള്ളാർ കളിപ്പിച്ചുകൊണ്ടുപോയി എന്ന് നിലവിളിച്ച് പരാതിയുമായി രംഗത്ത് വന്നു. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആഡംബര വേഷം അണിഞ്ഞ് അരമനകൾ ഉണ്ടാക്കി അണ്ടിപ്പരിപ്പും വൈനും അടിച്ച് നടക്കുന്ന കർത്താവിന്റെ ഏറ്റവും അടുത്ത ആളുകളായ മെത്രായോളുകളെയും നാട്ടുകാർ പറ്റിച്ചു തുടങ്ങി. സാധാരണ ഇവന്മാരാണ് നാട്ടുകാരെ പറ്റിച്ചിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ന് ചുമ്മാ പാടിപ്പോവുകയാണ്. ഈ കാര്യത്തിലേക്ക് വരാം. ചെഗുവേര മെത്രാൻ എന്നറിയപ്പെടുന്ന മലങ്കര യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പണം ഓൺലൈൻ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയത് മെത്രാന്റെ ഹവാല ഇടപാടുകൾ അടുത്തറിയാവുന്നവർ എന്ന് സൂചന. ജോർജ് എന്ന കൂറിലോസിന്റെ അക്കൗണ്ടിൽ നിന്ന് 15,186 രൂപ ഓൺലൈൻ മുഖാന്തരം തട്ടിച്ചെന്ന പരാതിയുമായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. നിരണം ഭദ്രാസനാധിപൻ എന്ന ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ തണൽ എന്ന ചാരിറ്റി കച്ചവടവുമായി ആനിക്കാട് സെയിന്റ് ഗ്രിഗോറിയോസ് ദേറായിൽ താമസിച്ചു വരികയായിരുന്നു. ഇദ്ദേഹത്തിന്റെ തണൽ എന്ന ചാരിറ്റബിൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഹവാല ഇടപാടുകൾ നടത്തിയതായി i2 ന്യൂസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഫണ്ട് മൊബിലൈസേഷന്റെ ഭാഗമായി ഇദ്ദേഹം നിരവധി വിദേശയാത്രകളും നടത്തിയിട്ടുണ്ട്. അതെല്ലാം അന്വേഷണ വിധേയമാക്കണം. സഭയിൽ തുടർന്നാൽ ഇനിയും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയാണ് കൂറിലോസ് ഭദ്രാസന മെത്രാൻ എന്ന പദവി ഉപേക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ജോർജ് എന്ന പേരിന് പകരം ഇപ്പോഴും ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന പേരാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ചുവന്ന നൈറ്റിയും തലയിലിടുന്ന പുള്ളിയുള്ള നിക്കറും അദ്ദേഹം ഉപേക്ഷിക്കുവാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം ചാരിറ്റി കച്ചവടത്തിനും രാഷ്ട്രീയ പരിപാടികൾക്കും നാലാൾ കൂടുന്നിടത്തുമെല്ലാം ഒരു വില കിട്ടുന്നതിന് ഈ ചുവന്ന നൈറ്റി ബെസ്റ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുർബാനപ്പണിക്കാരന്മാർക്കും രാഷ്ട്രീയത്തിൽ കുത്തിമറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ മതം. പിണറായിയെ പൊക്കിയും പിണറായിയെ ചൊറിഞ്ഞും ശ്രദ്ധ നേടി സഹാബാണ് ഇദ്ദേഹത്തിന്റെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അടുത്തറിയാവുന്നവർ തന്നെയാണ് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കിയത്. യാക്കോബായ സഭയിലെ അതിബുദ്ധിമാനായ ഒരു മെത്രാനാണ് ജോർജ് എന്ന ഈ കൂറിലോസ്. ഇയാളുടെ വിവരങ്ങൾ വെച്ച് പുരട്ടി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പണം അവർ അടിച്ചു മാറ്റിയത് എന്നാണ് വിവരം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജോർജിന്റെ ഭാഷ്യം ഇനി പറയുന്ന പോലെയാണ്. ഇദ്ദേഹത്തെ CBIയിൽ നിന്നെന്ന വ്യാജന ചിലർ ഫോണിൽ ബന്ധപ്പെട്ടു എന്നും മുംബൈയിലെ നരേഷ് ഗോയൽ എന്ന ആൾ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂറിലോസിന്റെ പേരും ഉണ്ടെന്ന് അറിയിച്ചു പോലും. 2 ദിവസം വെർച്വൽ കസ്റ്റഡിയിലാണെന്ന് തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചുവെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള തുകയാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തട്ടിപ്പ് വ്യക്തമാക്കുന്ന ചില രേഖകൾ കാട്ടുകയും ഓൺലൈൻ മാർഗം ഓഗസ്റ്റ് 2-ന് ജുഡീഷ്യൽ വിചാരണ നടത്തുകയും ചെയ്തു അത്രേ. കേസിൽ ബന്ധമില്ലെന്ന് തീർത്തു പറഞ്ഞുവെങ്കിലും CBI ഓഫീസർ എന്ന് പറഞ്ഞ ഒരാളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തു. അവിടെയും ആരോപണങ്ങൾ ആവർത്തിച്ചു. ഡിജിറ്റൽ കസ്റ്റഡിയിലാണെന്നും വീഡിയോ കോൾ ഓൺ ചെയ്തു വെക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. 2 മണിക്കൂറോളം CBI സെല്ലിൽ ചോദ്യം ചെയ്തു. ശുചിമുറിയിൽ പോകുന്ന സമയത്ത് പോലും ക്യാമറ ഓഫാക്കുവാൻ അനുവദിച്ചില്ല. മാർ കൂറിലോസിന്റെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്തതാണെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ സഹായിക്കാം എന്ന രീതിയിലും സംഘം സംസാരിച്ചു അത്രേ. ആദ്യ ദിവസം രാത്രി 10:30-ന് കിടക്കുവാൻ അനുവദിച്ചു. പിറ്റേന്ന് രാവിലെ ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കുവാൻ പോവുകയാണെന്ന് തട്ടിപ്പുകാർ പറഞ്ഞു. ജഡ്ജി എത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് സംഘത്തിലെ ആളുകൾ പറഞ്ഞു. ജഡ്ജി എത്തിയപ്പോൾ എഴുന്നേറ്റും നിന്നു. കേസിൽ ഉൾപ്പെട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറ്റം നിഷേധിച്ചു. അന്വേഷണം നടക്കട്ടെ എന്ന് ജഡ്ജി പറഞ്ഞു. അതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് പറഞ്ഞു. അക്കൗണ്ടുകളുടെ വിവരം നൽകി അതിലെ തുക സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. സമീപകാലത്ത് ഈ അക്കൗണ്ടിൽ 1,70,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതുകൂടി അയക്കണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. ഇത് 2 ദിവസത്തിനകം തിരികെ കിട്ടുമെന്നും തെറ്റിദ്ധരിപ്പിച്ചു. തുടർന്ന് സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ തുകയും നൽകി. ഓരോ നടപടിയുടെയും കൃത്യമായ സീലടക്കം രേഖകൾ സംഘം കാണിച്ചിരുന്നു. തന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നുമില്ലാത്തതിനാൽ 2 ദിവസത്തിനകം നടപടികൾ ഒഴിവായി കിട്ടും എന്ന് കരുതിയാണ് പണം നൽകിയതെന്നും ജോർജ് വിശദീകരിച്ചു. ഇത്രയും ലോകപരിചയവും അതിമിടുക്കന്മാരെ വരെ കുപ്പിയിലിറക്കുന്ന ജോർജ് വെറുതെ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ വീഴുന്ന പണമയച്ചു കൊടുക്കുന്ന മണ്ടനൊന്നുമല്ല. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ജോർജ് ചെയ്തത്? ഇയാളുടെ കള്ളപ്പണ ഇടപാടുകൾ അറിയാവുന്നവർ ആ തെളിവുകൾ വെച്ചാണ് ഇദ്ദേഹത്തെ വീഴ്ചത്. ഒടുക്കം മറ്റുള്ളവരുമായി സംസാരിച്ചപ്പോൾ
മുഖം രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു കേസുമായി ഇദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. യാക്കോബായ സഭയിലെ അടക്കം മെത്രാന്മാരും വൈദികന്മാരും ചാരിറ്റിയുടെ മറവിൽ വൻ ഹവാലിടപാടുകൾ നടത്തുന്നുണ്ട്. ചാരിറ്റിയുടെ മറവില്ലാകുമ്പോൾ ആരും സംശയിക്കില്ല. ചാരിറ്റി കച്ചവടം കൊണ്ട് കോടീശ്വരന്മാരായവരുടെ വിവരങ്ങൾ ഒരു പരമ്പരയായി ITV ന്യൂസ് ഉടൻ നൽകുന്നുണ്ട്. ഏതായാലും ജോർജിന്റെ പരാതിയെ തുടർന്ന് കീഴ്വായ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്രൈസ്തവ സഭകളിലെ മെത്രാന്മാർക്ക് എയർപോർട്ടുകളിൽ ഗ്രീൻ ചാനലുകൾ വഴി പരിശോധനകൾക്ക് വിധേയമാകാതെ പോകുവാനുള്ള അനുമതി ഇപ്പോഴുണ്ട്. ഇത് മുതലാക്കിയാണ് ചില തീവട്ടി സഭകൾ പന്നി പ്രസവിക്കുന്ന പോലെ മെത്രാന്മാരെ വാഴിച്ച് പുറത്തേക്ക് വിടുന്നത്. വയറും മൂടും തള്ളിപ്പിടിച്ച് നൈറ്റിയും വിട്ട് മന്ദം മന്ദം നടന്നു വരുന്ന ഇവന്മാരെ ആർക്കും ഒരു സംശയവുമില്ല. അംശവഴിയിലും എന്തിന് മലദ്വാരത്തിലും വരെ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്ന മെത്രാന്മാരെ ഞങ്ങൾക്കറിയാം. ഇവരുടെ വിദേശയാത്രകൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കണം. ഞങ്ങളുടെ പൂച്ചാണ്ടി മെത്രാന്മാരെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് ഒരൊറ്റ മോന്മാരും മുന്നോട്ട് വരരുത്. എയർപോർട്ടിൽ അശ്ലീല CD പിടിച്ച മെത്രാൻ വരെ ഞങ്ങളുടെ സഭയെ മേയിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും ഇപ്പോൾ ഓർമ്മിപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി. അതിൻ്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചില പിശകുകളും റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് സെറ്റിൽമെൻറ്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല. സെറ്റിൽമെൻറ്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. മറിച്ച് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ID-യിലാണ് ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ടുണ്ട്, അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു. എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ടുള്ളൂ, കേരളത്തിന് വെളിയിൽ അക്കൗണ്ടില്ല. ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഞാൻ വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ പേര് ID ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം. എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ID ആണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട്, അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് CBI ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് CBI ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. CBI ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല, പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ്. അപ്പോൾ CBIയുടെ ഒരു എംബ്ലം മാത്രം നമുക്ക് കാണാം, പിന്നെ വോയിസും കേൾക്കാം. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടുള്ള രീതിയിലുള്ള CBI ശൈലിയിലുള്ള ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ. അറസ്റ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി ഇഫ് ഹി ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഒന്ന് ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ വീണ്ടും അലിഗേഷൻ ആവർത്തിച്ചു. പിന്നെ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇഷ്യൂവിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കണം, അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം, അപ്പോൾ അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും. ഒരു 2 മണിക്കൂറോളം CBI ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു. ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ
ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ കോടതിയാണെന്ന് പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു. ജഡ്ജ് എന്നോട് ഇന്ന കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനത് ഡിനൈ ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല, എനിക്കറിയത്ത് പോലും ഇല്ല എന്ന് പറയുന്നു. എങ്കിലും അന്വേഷണം നടക്കട്ടെ, ഇത് സീരിയസ് ഫ്രോഡായതുകൊണ്ട് അന്വേഷണം തീരുന്നത് വരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും. അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോടതി പിരിഞ്ഞു, അഡ്ജേൺ ചെയ്തു. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ കേരളത്തിലുള്ള എനിക്ക് ആകെയുള്ള 3 അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ 13 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ്, അതിലേക്ക് അയക്കണം, 12 മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു. ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട്, ഇപ്പോഴെല്ലാം ഞാൻ സർവൈലൻസിലാണ്, എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ആകെയുള്ള ഫോണ് ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നോട് ആവശ്യപ്പെടുന്നു, 1,70,70,000 രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്, അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി 2 ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം, നിങ്ങൾ ജെനുവനാണെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് 1,70,70,000 രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു. നാളെ നിങ്ങളെ റിലീസ് ചെയ്യും, നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ. ഇതിനിടയിൽ ആദ്യം കൂടിയ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട്, ജഡ്ജിയുടെ സീലൊക്കെ. ഇതെല്ലാം ജെനുവിനാണ് നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ്. അപ്പോൾ നമുക്ക് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല. നമുക്ക് റീഫണ്ടബിളാണ്, നമ്മൾ ജെനുവിനാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.